മരം മുറിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കി ആനമതിൽ നിർമ്മാണം കാര്യക്ഷമമായി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും അതുവരെ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ആറളം ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. മതിൽ പ്രവൃത്തി ഇനിയും ആരംഭിക്കാത്ത സ്ഥലങ്ങളിൽ ഫെബ്രുവരി അവസാനം തന്നെ പ്രവൃത്തി തുടങ്ങാൻ നടപടിയെടുക്കും. കാട്ടാനാക്രമണത്തിൽ ആറളം ഫാമിലി വെള്ളി, ഭാര്യ ലീല എന്നിവർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ആറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. മരണപ്പെട്ടവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് വനം വകുപ്പ് താൽക്കാലിക ജോലി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കുടുംബത്തിലുള്ള നഷ്ടപരിഹാരത്തിന്റെ ആദ്യഘട്ടുവായ 10 ലക്ഷം രൂപ ചൊവ്വാഴ്ച നൽകും. ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച ആനകളെ ഉൾക്കാടുകളിലേക്ക് തുരത്തുന്നതിന് തിങ്കളാഴ്ച തന്നെ RRTകൾ നടപടി ആരംഭിക്കും. ഇതിനായി 2-3 RRTകളെ അധികമായി നിയോഗിക്കും. ആനമതിൽ നിർമ്മാണത്തിനായി അലൈൻമെന്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പിന് തന്നെ നടപടി സ്വീകരിക്കാവുന്നതാണ്. വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അനുമതികളെല്ലാം നൽകിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് താക്കീതോടെ ഉത്തരവിറക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ആനമതിൽ പൂർത്തിയാകും വരെ ചില പ്രദേശങ്ങളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കും. ഇതിന് ആവശ്യമായ തുക ജില്ലാ കളക്ടർ ജില്ലാ ദുരന്ത നിവാരണ സമിതി ഫണ്ടിൽ നിന്ന് അനുവദിക്കും. ടെൻഡർ വിളിച്ചാലുള്ള കാലതാമസം കണക്കിലെടുത്ത് ജില്ലാ കളക്ടറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കൊട്ടേഷൻ വ്യവസ്ഥയിൽ കാര്യക്ഷമതയുള്ള കരാറുകാരെ ഉപയോഗിച്ച് പ്രവൃത്തി നടത്താമെന്ന് മന്ത്രി അറിയിച്ചു. ആനമതിൽ നിർമ്മാണം ആഴ്ചതോറും മോണിറ്റർ ചെയ്യാനായി പേരാവൂർ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ എന്നിവരെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കും. വനംവകുപ്പ് റേഞ്ച് ഓഫീസർക്ക് ഇതിൽ ചുമതല നൽകും. ഈ സമിതി മാർച്ച് 1 മുതൽ നിലവിൽ വരും. വന്യമൃഗ സാന്നിധ്യം തിരിച്ചറിയാനായി വയനാട് പുൽപ്പള്ളിയിൽ ദിനേശ് സോഫ്റ്റ്വെയർ മുഖേന നടപ്പിലാക്കിയ ഹൈടെക് പ്രതിരോധ സംവിധാനം അടുത്ത ഘട്ടമായി ആറളത്ത് നടപ്പിലാക്കും. ആറളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ വന്യജീവികളെ നിരീക്ഷിക്കാനുള്ള ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. വനമേഖലയിൽ അടിക്കാട് വെട്ടുന്നത് പരിശോധിക്കാൻ ഉത്തരമേഖല CCFനെ ചുമതലപ്പെടുത്തി. മാർച്ച് 3-4 തീയതികളിൽ തിരുവനന്തപുരത്ത് ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. സർവകക്ഷി യോഗത്തിൽ MLA-മാരായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ, വനം വന്യജീവി വകുപ്പ് ഉത്തരമേഖല CCF S. ദീപ, റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭ, ആറളം ഫാം ഉൾപ്പെട്ട വാർഡ് മെമ്പർ മിനി ദിനേശൻ, ITDP പ്രോജക്ട് ഓഫീസർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, CPM ജില്ലാ സെക്രട്ടറി M. വിജയരാജൻ, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, M. പ്രകാശൻ മാസ്റ്റർ, ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി K. മോഹനൻ, KK ജനാർദ്ദനൻ, KT ജോസഫ്, KV ഉത്തമൻ, V. ഷാജി, വേലായുധൻ, ജെയ്സൺ ജീരകശ്ശേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാം കണ്ടത്. ഇവിടെയുള്ള ദുഃഖത്തിൽ ഗവൺമെന്റിന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നത് അവർക്ക് നിയമാനുസരണം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കുക എന്ന ഒരു കാര്യം നിർവഹിക്കാൻ നമ്മളുടെ ഉദ്ദേശിക്കുക. എന്നാൽ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയും എന്ന് എനിക്കും തോന്നുന്നു. പക്ഷേ 2 കൊല്ലത്തെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് നാം ആരംഭിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ കുറേയേറെ മെച്ചമുണ്ടാക്കാൻ കഴിയുമെന്നാണ്. ആ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകളും അതും പറയുന്നത് പഠിക്കുന്നതും വേണ്ട. കാരണം വീഴ്ച വെച്ചുകൊണ്ട് കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, മറ്റു ജനപ്രതിനിധികളുണ്ട്, മൂന്നാമത്തെ 2 MLA-മാരുണ്ട്. അവരുടെയൊക്കെ ഉപദേശവും നേതൃത്വവും നമുക്ക് നമ്മുടെ ഈ വലിയ ജീവൻ മരണ പോരാട്ട പ്രശ്നത്തിന്